ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത്. CMRL എക്സാലോജിക് കേസ് അന്വേഷണം പിണറായി വിജയനിലേക്ക് നീളുന്നു. മകൾ മാത്രമല്ല, ഇനി അച്ഛനും അഴിയണ്ണും. പിണറായി വിജയന് കുരുക്കുമുറുകുന്നു. വഴിവിട്ട സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നതടക്കം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കാനൊരുങ്ങുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് CMRL കമ്പനിക്ക് സർക്കാർ തലത്തിൽ പ്രത്യേക ആനുകൂല്യങ്ങളോ വഴിവിട്ട സഹായങ്ങളോ ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ അന്വേഷണ പരിധിയിലേക്ക് ED കൊണ്ടുവരുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക സ്വാധീനം ഉപയോഗിച്ച് കമ്പനിക്ക് അനുകൂലമായ തീരുമാനങ്ങളോ നടപടികളോ സ്വീകരിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷണത്തിന്റെ പ്രധാന ഭാഗമായിരിക്കുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മകൾ വാ തുറന്നാൽ ഇനി അച്ഛനും പെടുമെന്നതാണ് ഏറെക്കുറെ തന്നെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പിണറായി വിജയനും CMRL കമ്പനിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമോ ഇടപെടലോ ഉണ്ടായിട്ടുണ്ടോ എന്നതും അന്വേഷണ ഏജൻസി ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് എന്നതാണ് റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് രേഖകളും സർക്കാർ തീരുമാനങ്ങളും സാമ്പത്തിക ഇടപാടുകളും ED പരിശോധിച്ചു വരികയാണ്. നേരത്തെ തന്നെ എക്സാലോജിക് റെസല്യൂഷൻസിനും അതുപോലെ CMRLനും ഇടയിലുണ്ടായ സാമ്പത്തിക ഇടപാടുകൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഈ കേസിൽ വിവിധ രേഖകളും മൊഴികളും ശേഖരിച്ച ശേഷമാണ് ഇപ്പോൾ അന്വേഷണം കൂടുതൽ വിപുലമാക്കിയിരിക്കുന്നത്. അതേസമയം കേസിൽ ഉയരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും നിയമപരമായി തന്നെ എല്ലാ ആരോപണങ്ങളെയും നേരിടുന്നു എന്നതാണ് ഇപ്പോൾ CPM നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം അന്വേഷണം നിയമപരമായി തന്നെ മുന്നോട്ട് പോകേണ്ട എന്നതാണ് പാർട്ടിയുടെ നിലപാടെന്നും ഇതിനിടെ തന്നെ കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുവാനും പുതിയ രേഖകൾ ശേഖരിക്കുവാനുമാണ് ED നീക്കം നടത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്. ആകാംക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുമാത്രമല്ല, പിണറായി വിജയൻ ആദ്യ തവണ തന്നെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് തൊട്ട് മുൻപാണ് അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയൻ CMRLന്റെ അനുബന്ധ സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പ ലഭിച്ചത്. അദ്ദേഹം അധികാരമേറ്റതിന് പിന്നാലെ തന്നെ എക്സാലോജിക്കിനും കമ്പനിയുമായി തന്നെ പുതിയ കരാർ ലഭിക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ കരാർ നടപടികളിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്നതും മകൾക്ക് ലഭിച്ച സാമ്പത്തിക നേട്ടങ്ങൾക്ക് പകരമായി തന്നെ സർക്കാർ തലത്തിൽ സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നതും ഇപ്പോൾ പ്രധാന വിഷയമായി തന്നെ ED ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അതുപോലെ തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭ്യമാക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിനായി തന്നെ കൊച്ചിയിലേക്ക് വിളിപ്പിക്കുമെന്നതാണ് ഇപ്പോൾ ED നീക്കം നടത്തുന്നത്. നിലവിൽ പിണറായി വിജയനെതിരെ നേരിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലേക്കും ബന്ധങ്ങളിലേക്കും ഈ അന്വേഷണം കൂടുതലായി തന്നെ വ്യാപിപ്പിക്കുമെന്നതാണ് ഇപ്പോൾ ED കൂടുതലായി തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെ കൂടുതൽ വ്യക്തികൾക്ക് സമൻസ് അയക്കാനും നടപടികൾ ED ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.